നമസ്കാരം. നമസ്തേ അഞ്ജന. ലോകം ട്രംപിനെ നോക്കി ചിരിക്കുകയാണോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഹീറോസ് എന്ന് പറഞ്ഞാല് നന്മ ചെയ്യുന്നവനോ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരല്ല. നമ്മുടെ സാമൂഹ്യ രംഗത്തും നമ്മുടെ രാഷ്ട്രീയ രംഗത്തും നമ്മളുടെ സിനിമയിലും എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും പെട്ടെന്ന് തട്ടിക്കേറുകയും അസഭ്യ വാക്കുകൾ പറയുകയും ഒരു പൊതു സദസ്സിൽ വെച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ധാരാളമായി പറയുകയും മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചോ ബഹളം ഉണ്ടാക്കുക, മറ്റടുത്തിരിക്കുന്നവനെ ചവിട്ടുക, അവന്റെ തല വെട്ടി അടിച്ചു പൊളിക്കുക, മുണ്ട് മാടിക്കെട്ടി നിൽക്കുക. മലയാളികളെ കണ്ടിട്ടില്ലേ? ഹീറോയിസം എന്ന് പറഞ്ഞാൽ മുണ്ട് മാടി ഇങ്ങനെ മടക്കി കുത്തി നിൽക്കുന്നതാണ് ഹീറോയിസം. അപ്പൊ അത് നമ്മുടെ പൊതുബോധത്തിനകത്ത് അത് വന്നുപോയി. മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപിയും, പൃഥ്വിരാജും വളരെ ചെറിയ വളരെ മെലിഞ്ഞ ചില നായകന്മാർ ഒട്ടും ആരോഗ്യം ഗണിച്ചിരിക്കാനില്ല. അവര് പോലും ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കുറെ പേര് കൈയടിക്കുന്നുണ്ട്. എവിടെയോ ആരൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ചിരി വരുന്നുണ്ട്. ആ ഒരു പരിഹാസമാണ് വാസ്തവത്തിൽ എനിക്ക് ഈ ട്രംപിന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എനിക്ക് മമ്മൂട്ടി, മോഹൻലാൽ ഇത് കാണിക്കുമ്പോൾ എനിക്ക് ചിരിക്കും. എനിക്ക് ഭയങ്കര വിഷമം വല്ലതും വരുമ്പോൾ ഞാൻ ഇവരുടെ പടം എടുത്ത് കാണും. അപ്പൊ എനിക്ക് ശക്കര നേരം കാണുമ്പോൾ എനിക്ക് ചിരി വരും. സുരേഷ് ഗോപി തുറക്കണമായിട്ട് എനിക്ക് ചിരി വരും, ഹീറോയിസം പറഞ്ഞായിട്ട്. അപ്പൊ അതുപോലെ അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. വ്യത്യസ്തമായ കാഴ്ചകൾ വേറെ കാണും. ബട്ട് ദിസ് ഇസ് മൈ പെർസെപ്ഷൻ. എന്റെ കാഴ്ചപ്പാടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പരിഹാസ്യ കഥാപാത്രമാണ്. സാധാരണഗതിയിൽ മനോനില തെറ്റിയവരോട് സമൂഹം കാണിക്കുന്ന കരുതൽ ട്രംപിനോട് കാണിക്കുന്നില്ല. കാരണം അങ്ങനെ ആരെങ്കിലും കരുതൽ കാണിക്കാൻ ശ്രമിച്ചാൽ ട്രംപ് അവർക്ക് നേരെ പല്ലൊലിക്കും, കുരച്ചു ചാടും, പിന്നെ തിരിഞ്ഞോടും. ഇതാണ് പുള്ളിയുടെ ഒരു രീതി. 2026 ജനുവരി പകുതി മുതൽക്കുള്ള ഒരു മാസം കൊണ്ട് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി തറമട്ടമാക്കി മാറ്റി അങ്ങനെ മാറിപ്പോയി എന്നാണ് ഗ്ലോബൽ പവർ ഡൈനാമിക്സ് വിദഗ്ധനും യുണൈറ്റഡ് നേഷൻസിന്റെ നാഷണൽ ഗ്ലോബൽ കോമ്പാക്ട് സിറ്റീസ് പ്രോഗ്രാമിന്റെ മുൻ ഡയറക്ടറും കാനഡയിലെ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസറും വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഗ്രന്ഥകർത്താവും ഗ്ലോബൽ ഗവേണൻസ് എന്ന അന്താരാഷ്ട്ര പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററുമായ പോൾ ജെയിംസ് പുള്ളി പറയുന്നത് അങ്ങനെ ഒരു ഇതാണ്. അതായത് അമേരിക്കയുടെ ക്രെഡിബിലിറ്റി തറമട്ടമായില്ല. ട്രംപിന്റെ പ്രവൃത്തികൾ, മണ്ടത്തരങ്ങൾ കാണുമ്പോൾ രാജാവ് നഗ്നനാണെന്നും ലോകം മുഴുവൻ അത് കാണുന്നുണ്ടെന്നും പോൾ ജെയിംസ് പറയുന്നു. ആദ്യം നമുക്ക് ഗ്രീൻലാൻഡിന്റെ കാര്യം എടുക്കാം. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ദേശീയ സുരക്ഷാ കാരണങ്ങളാലാണ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള അർദ്ധ ഓട്ടോണമസ് ഭൂപ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് പറഞ്ഞത്. ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു, അതിന് പക്ഷേ ശക്തി ഉപയോഗിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. പകരം യൂറോപ്യൻ രാജ്യങ്ങൾ കാര്യങ്ങൾ ഗ്രീൻലാൻഡിനെയും ഡെൻമാർക്കിനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത്. ട്രംപിന്റെ അന്യന്റെ സമ്പത്തിലുള്ള മോഹം നടക്കില്ല എന്ന് ഡെൻമാർക്ക് വ്യക്തമാക്കി. ഡെൻമാർക്ക് ഒരു നാറ്റോ അംഗമാണെന്ന്. നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യൂറോപ്പിലെ 30 രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള ആകെ 32 രാജ്യങ്ങളുടെ ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ആണ് 1949 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച നാറ്റോ. അതിലെ ഒരു അംഗമായ അമേരിക്കയാണ് മറ്റൊരു രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂപ്രദേശം സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ കാരണങ്ങളാൽ തങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടെ ഈ 32 രാജ്യങ്ങളുടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു വിദേശ ശക്തി ആരെങ്കിലും അവർക്കെതിരെ വരികയാണെങ്കിൽ ഇവരൊരുമിച്ച് നിൽക്കണം എന്നതാണ് ഇതിന്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂമി എനിക്ക് വേണമെന്ന് ഇയാൾ പറയുന്നത്. അത് സുരക്ഷാ കാരണങ്ങളാൽ. എന്ത് സുരക്ഷാ കാരണങ്ങളെന്ന് ആർക്കും അറിയില്ല. സുരക്ഷാ കാരണങ്ങളാൽ തങ്ങൾക്ക് വേണം. ഡെൻമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അമേരിക്കക്ക് ഒന്നും നമുക്ക് കൃത്യമല്ല. അത് ട്രംപ് ഒരിക്കലും വ്യക്തമാക്കാറില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ട്രംപിന്റെ ആവശ്യത്തിന് വഴങ്ങിയില്ല. അതോടെ പല രാജ്യങ്ങളുടെ മേലും അധിക തീരുവ ചുമത്തും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. മിണ്ടുകയാണെങ്കിൽ തീരുവ, ടാരിഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പുള്ളി അവിടുത്തെ ഒരു എക്കോണമിസ്റ്റ് പറയുന്നുണ്ട്, ഈ ട്രംപിന് ഒരു 8ാം ക്ലാസ്സുകാരന്റെ ഇക്കണോമിക്സിനെ കുറിച്ച് ധാരണ പോലും ഇല്ല. അമേരിക്കയുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഈ തീരുവയിൽ കൂടെ അല്ല. അമേരിക്കയുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞ സർവീസ് സെക്ടറിൽ കൂടെയാണ്.
അവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ കൂടെയാണ്, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ കൊടുക്കുന്ന പണത്തിലൂടെയാണ്, അല്ലാതെ ട്രേഡിൽ കൂടെ അല്ല. ഇയാൾക്ക് ഒരു അടിസ്ഥാന നോളജ് പോലും ഇല്ല എന്ന് അമേരിക്കയിൽ ഒരു പ്രൊഫസർ, ഐ ഫോർഗോട്ട് ജസ്റ്റ് ഫോർഗോട്ട് ഹിസ് നെയിം, അപ്പൊ പറയുന്നുണ്ട്. കാരണം പുള്ളിക്ക് അങ്ങനത്തെ ധാരണയൊന്നുമില്ല. പുള്ളി തീരുവ എന്ന് പറയുകയാണ്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ തീരുവ ഏർപ്പെടുന്നു പറയുന്നു. 2026 ജനുവരി 19 മുതൽ 23 വരെ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ വെച്ച് നടന്ന 56ാമത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ അധിക താരിഫ് ചുമത്താനുള്ള പദ്ധതി തൽക്കാലം ഉപേക്ഷിച്ചെന്നും അതിന് കാരണം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടിയുമായി നടന്ന ചർച്ചയാണെന്ന് ട്രംപ് പറഞ്ഞു. അപ്പൊ ആദ്യം പറയുന്നത് നിങ്ങളിലൊക്കെ ഞങ്ങൾ ടാരിഫ് ചുമത്തി റുറോപ്യൻ രാജ്യങ്ങൾ. അപ്പൊ അവരത് മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാത്ത പുള്ളി പറഞ്ഞു ഞാൻ അത് തൽക്കാലം ഉപദേശിച്ചു. പിന്നെ നാറ്റോ സെക്രട്ടറി ജനറലുമായി മാർക്ക് റുട്ടെ RUTT ചർച്ച നടത്തി ഭാവിയെക്കുറിച്ചുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്താണ് ഈ ഫ്രെയിംവർക്ക് എന്നോ എന്താണ് ആ ഫ്രെയിംവർക്കിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്നോ ഒന്നുമില്ല. എന്തോ നടത്തിയെന്ന പുള്ളി പറയുന്നത്. അതിനെ അനുകൂലമായിട്ട് അന്നും ഈ സെക്രട്ടറി ജനറൽ ഒന്നും യെസ് ഓർ നോ പുള്ളി പറഞ്ഞിട്ടില്ല. ട്രംപ് മാത്രമാണ് ഈ പറയുന്നത്. യഥാർത്ഥ കാരണം എന്താണ്? ഭീഷണി വിലപ്പോയില്ല എന്ന് വന്നപ്പോൾ ട്രംപ് സമാധാനത്തിന്റെ പാതയിലെത്തി. അതും കള്ളമാണെന്നാണ് സത്യം. എന്താണ് ഭാവിയിലേക്കുള്ള ഫ്രെയിംവർക്ക്? ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കില്ല എന്ന് ഡെൻമാർക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണ് അതിന്? ഗ്രീൻലാൻഡ് വേണമെന്ന് ട്രംപ് പറയുന്നു, ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കില്ല എന്ന് ഡെൻമാർക്ക് വ്യക്തമാക്കുന്നു. ഡെൻമാർക്കിന്റെ പുറത്ത് യാതൊരു രീതിയിലുള്ള സമ്മർദ്ദവും ചെലുത്തത്തില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും വ്യക്തമാക്കുന്നു. പിന്നെ എന്ത് ഫ്യൂച്ചറിലേക്കുള്ള ഫ്രെയിംവർക്കാണ് പുള്ളി ഉണ്ടാക്കിയെന്ന് പറയുന്നത്? നോബഡി നോസ്. പക്ഷെ അതാണ് പുള്ളിയുടെ വേ ഓഫ് വർക്കിംഗ്. ഇനി എന്തിനാണ് ഈ ട്രംപിന് ഈ ഗ്രീൻലാൻഡ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിലുള്ള 8,37,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ആർട്ടിക്കിലാണ്. ജർമ്മനിയുടെ ഭൂപ്രദേശത്തേക്കാൾ ഉദ്ദേശം 6 ഇരട്ടി വലിപ്പമുള്ള ദ്വീപ്. പക്ഷെ ആകെ ജനസംഖ്യ 56,000 അതിനടുത്തേ ഉള്ളൂ. പ്രധാനമായും ഇൻവിറ്റ് എന്ന ഗോത്ര സമൂഹമാണ് അവിടെ ഉള്ളത്. അമേരിക്കയ്ക്കും ആർട്ടിക്കിനും ഇടയിലുള്ള ഈ പ്രദേശം ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഏകദേശം 80% പ്രദേശവും മഞ്ഞുമൂടി കിടക്കുന്നു ഈ പ്രദേശം. പക്ഷെ ട്രംപിന് വേണ്ടത് സമീപകാലത്തായി കണ്ടെത്തിയ അതിന്റെ വമ്പിച്ച ധാതു സമ്പത്ത് കാരണമാണ്. കാരണം പണ്ട് നമുക്ക് ഈ ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്ത് കണ്ടെത്താനുള്ള വഴികൾ വളരെ കുറവായിരുന്നു. ഇപ്പൊ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഭൂമിക്കടിയിലുള്ള പല സാധനങ്ങൾ കണ്ടെത്താനുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഭൂമിക്കടിയിൽ പല രാജ്യങ്ങളിലും ആർക്കും വേണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ അതിന് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്താണ് ഇവിടെ ഒരുപാട് അതായത് റയർ എർത്ത് മിനറൽസ് ഉണ്ട്, യുറേനിയം ഇഷ്ടം പോലെ ഉണ്ട്, ഇരുമ്പുണ്ട് എന്നിവയുടെ വൻ കലവറ കൂടാതെ ഈ പ്രദേശത്ത് ധാരാളം എണ്ണയും പ്രകൃതിവാതകവും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടുകൂടിയാണ് ട്രംപിന് അതിനോട് മോഹം വരുന്നത്. ട്രംപിന്റെ കണ്ണ് പാസതിൽ ഇതിലൊക്കെയാണ്. ദേശീയ സുരക്ഷയൊക്കെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് പുള്ളി പറയുന്ന സ്ഥിരം ടെക്നിക്കുകളാണ്. 2025 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് കൊണ്ട് ഇനി സമാധാനത്തിന്റെ വഴിയൊന്നും ഇല്ല എന്ന് നോർവേ പ്രധാനമന്ത്രി ജോൺസ് ഗഹർ സ്റ്റോറിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച ശേഷമാണ് ഡാവോസിലെ സമാധാന പ്രഖ്യാപനം. അതായത് സമാധാനത്തിന് നോബൽ സമ്മാനം എനിക്ക് വേണമെന്ന് എന്തെല്ലാം കോലാഹലം, അതിനൊരു യുദ്ധം പുള്ളി നടത്തി, ഒരു യുദ്ധ കോലാഹലം പുള്ളി നടത്തി. സമാധാനത്തിന് നൊബേൽ സമ്മാനം വേണം. അപ്പൊ ഇനി സമാധാനത്തിലുള്ള വഴിയൊന്നും ഇല്ല എന്നാണ്, ഇനി സമാധാനമൊന്നും വേണ്ട എന്നാണ് ഈ നോർവേ പ്രധാനമന്ത്രിക്ക് പുള്ളിയുടെ മെസ്സേജ് അയച്ചത്. പക്ഷെ അതിനുശേഷം പുള്ളി വീണ്ടും വന്ന് സമാധാന പ്രഖ്യാപനം നടത്തുന്നു. ഇത് ട്രംപിന്റെ രീതിയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് വരും. എതിർപക്ഷത്തുള്ളവർ പേടിച്ചു വിറയ്ക്കുന്നില്ല എന്നും ട്രംപിന്റെ ആഗ്രഹം നടക്കില്ല എന്നും അറിയുമ്പോൾ ട്രംപ് പത്തിമടക്കി തിരിച്ചു സമാധാനത്തിന്റെ അപ്പോസ്തലനാകും. ഡെൻമാർക്കുമായി ഒരു യുദ്ധം ഒഴിവാക്കിയത് തന്റെ മിടുക്കുകൊണ്ടാണെന്ന് അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനത്തിന്റെ സമയമാകുമ്പോൾ ട്രംപ് വീണ്ടും പറയും. അല്ലെങ്കിൽ വലിയ യുദ്ധം ഉണ്ടാകേണ്ടായിരുന്നു, ഞാനായിട്ട് അത് ഇല്ലാതാക്കിയെന്ന് പുള്ളി പറഞ്ഞു. ഇതിനിടയിലാണ് ഗ്രീൻലാൻഡിന്റെ പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നെൽസൺ അത് ട്രംപിന്റെ ഒരു ഫാന്റസി ആണെന്ന് പറഞ്ഞത്. ഒരു മതയാന ഒരു കുഞ്ഞൻ എലിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രിയുടെ പരിഹാസത്തിന് മുന്നിൽ നിന്ന് തിന്നിമാറി സമാധാന സന്ദേശമായി എത്തുന്ന ട്രംപിനെ കണ്ടപ്പോൾ തോന്നിയത്. ഗ്രീൻലാൻഡിലെ പ്രധാനമന്ത്രി എത്ര കൊച്ചു രാജ്യം, അതുപോലെ ട്രംപിന്റെ ഒരു ഫാന്റസി ആണെന്നാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അത്ര അപഹാസ്യം. നാറ്റോയെ ദുർബലപ്പെടുത്താൻ മാത്രമേ നാറ്റോ അംഗമായ ഒരു രാജ്യത്തിന്റെ ഭൂമി തനിക്ക് വേണമെന്നുള്ള ട്രംപിന്റെ ആവശ്യം സഹായിക്കുകയുള്ളൂ എന്നും
ട്രംപ് ഗ്രീൻലാൻഡ് സ്വകാര്യതയിൽ കാണിക്കുന്ന ഈ പ്രവൃത്തി ചൈനയ്ക്കും റഷ്യയ്ക്കും കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കുകയുള്ളൂ എന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ പറഞ്ഞു. കാരണം നാറ്റോ ദുർബലപ്പെടുത്തേണ്ട പ്രധാനമായും ചൈനയുടെയും റഷ്യയുടെ ആവശ്യമാണ്. അപ്പൊ പ്രധാനമായും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ ഉള്ള ഒരു സഖ്യമാണ് ഈ നാറ്റോ പ്രധാനമായിട്ടും. അപ്പൊ ഈ നാറ്റോയിലെ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നാറ്റോയിലെ ഒരു രാജ്യം വേറെ രാജ്യത്തിന്റെ ഭൂമി വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന വഴി വാസ്തവത്തിൽ നാറ്റോയെ ദുർബലപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് റഷ്യയും ചൈനയും ആഗ്രഹിക്കുന്നത്. അത് റഷ്യക്കും ചൈനയ്ക്കും വേണ്ടി ട്രംപ് ആ പണി ചെയ്യുന്നു എന്നാണ് ഉർസുല വോൺ പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ. ട്രംപ് ആണെങ്കിലോ ഗ്രീൻലാൻഡ് എനിക്ക് വേണം, ഗ്രീൻലാൻഡ് ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വിദ്വേഷം കെട്ടി നാടുനീളം നടന്ന സമയം ട്രംപിന്റെ വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷൻ ഒരു ശുദ്ധ വിവരക്കേട് കാണിച്ചു. ട്രംപിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയായിരുന്നു വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷന്റെയും വിഡ്ഢിത്തരം. ഒരു AI ജനറേറ്റഡ് ചിത്രം വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ചെയ്തു. ട്രംപ് ഒരു പെൻഗ്വിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം, എംബ്രേസ് ദ പെൻഗ്വിൻ എന്ന തലവാചകവും കൊടുത്തു. ട്രംപ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീകാത്മകരമായ ആയിരുന്നു ആ ചിത്രം. പക്ഷെ അത് അമ്പേ പാളിപ്പോയി. ചിത്രം 24 മണിക്കൂറിനുള്ളിൽ തന്നെ പിൻവലിച്ചു. കാരണം ഗ്രീൻലാൻഡിൽ പെൻഗ്വിൻ ഇല്ല. ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിലാണ്, പെൻഗ്വിൻ ഉള്ളത് അന്റാർട്ടിക്കയിലാണ്. ഐസ് ഉള്ളിടത്തെല്ലാം പെൻഗ്വിൻ ഉണ്ടെന്നാണ് വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷനിലെ വിദഗ്ധർ കരുതിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനേക്കാൾ മോശമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വാസ്തവത്തിൽ ഞാൻ കരുതിയില്ല. പക്ഷെ അതാണ് ഇപ്പം അങ്ങനെ സംഭവിച്ചിരിക്കുക. ട്രംപിന്റെ ഓഫീസ് ഇതാ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. അവരുടെ സാമാന്യ പരിജ്ഞാനം ഇല്ലായ്മ വഴി ജോഗ്രഫിയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരായി അവർ തീർന്നു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിന് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചിരിക്കണോ കരയണോ ഒന്നും അറിയില്ല. ഒരാഴ്ചക്കുള്ളിൽ നടന്ന 2 തമാശകൾ ട്രംപിനെ വീണ്ടും പരിഹാസ കഥാപാത്രമാക്കുന്നു. ഡെൻമാർക്കിന്റെ കൈവശമുള്ള ഗ്രീൻലാൻഡ് അമേരിക്ക കൈക്കലാക്കും എന്ന് പറഞ്ഞ് ട്രംപ് അത് വിശദീകരിക്കാൻ സ്വിറ്റ്സർലൻഡിലെ ദാവോസിലേക്ക് പോകും വഴി യാത്ര നിർത്തേണ്ടി വന്നു. കാരണം പ്രസിഡന്റിന്റെ വിമാനത്തിന് പണി വന്നു. നമ്മൾ പണ്ട് പറഞ്ഞ മൊയ്നെ ആ ഒരു ചെറിയ സ്പാനറിങ് എടുത്ത് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ചില മലയാളി മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഗതി ഇതാണ്, ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ചെന്ന് ഗ്രീൻലാൻഡിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയാൻ പോയ ട്രംപിന്റെ വിമാനം ബേസ് ആൻഡ്രൂസിൽ നിന്ന് പറന്നുയർന്ന് 1 മണിക്കൂറിനകം തിരിച്ചിറങ്ങേണ്ടി വന്നു. ഒരു ചെറിയ വൈദ്യുതി പ്രശ്നം കാരണമാണ് എന്നാണ് ഔദ്യോഗിക വിവരം. അതിന് മൊയ്യീനും ഒരു ചെറിയ സ്പാനറും മതിയാകും അത്രേ. എന്നാൽ യഥാർത്ഥ കാര്യം അതല്ല. പ്രസിഡന്റ് ഔദ്യോഗിക വിമാനത്തിന് 40 വർഷത്തോളം പഴക്കമുണ്ട്. പുതിയതൊന്ന് വാങ്ങാൻ പാങ്ങില്ലാഞ്ഞിട്ടാണോ? ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ലോകത്തിലെ എല്ലാ സ്വത്തും എനിക്ക് വേണമെന്നും ഇല്ലെങ്കിൽ ഞാനത് എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നീട് സാധാരണ യാത്രക്കാർക്കുള്ള യാത്രാ വിമാനത്തിലാണ് വീമ്പ് പറയാനായി ട്രംപ് ദാവോസിൽ 3 മണിക്കൂർ താമസിച്ചെത്തിയത്. 3 മണിക്കൂർ താമസിച്ചാണ് ട്രംപ് ദാവോസിലെത്തിയത്. അവിടെ വെച്ച് ഗ്രീൻലാൻഡ് തനിക്ക് വേണം, ഗ്രീൻലാൻഡ് ഞാനിങ്ങ് എടുക്കുക എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും തൃശ്ശൂരിലെ വോട്ടർമാരെക്കാൾ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെ അംഗങ്ങൾ അവർ ട്രംപിനോട് പറഞ്ഞു നോ എന്ന്. അതോടെ ട്രംപ് പത്തി മടക്കി ചില സമാധാന ചർച്ചകൾ തുടങ്ങി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഒരു കാര്യം ഇവിടെ നമുക്ക് പ്രത്യേകം ഓർക്കണം. ഗ്രീൻലാൻഡിലെ കൈക്കലാക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാനെതിരെയുള്ള യുദ്ധം ഉണ്ടാകില്ലായിരുന്നു. ഗ്രീൻലാൻഡിലെ ധാതുക്കളും എണ്ണയും ഇല്ലെങ്കിലും ഇറാനിലെ എണ്ണ, ഈ യുദ്ധത്തിന് പിന്നിലെ ട്രംപിന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ച് ട്രംപ് സ്വന്തം രാജ്യത്തിലും പുറം രാജ്യങ്ങളിലും പരിഹാസനായത്. ഒരുപക്ഷെ ഇന്ത്യയിലെ കുറെ സംഖ്യ മാധ്യമങ്ങളിലും ബ്ലോഗർമാരുകളിലും ഒഴിച്ച് ബാക്കി എല്ലായിടും ട്രംപ് ഭരണത്തിനെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണ് 2026 ഫെബ്രുവരി 6 മിലനിൽ നടന്ന വിന്റർ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നടന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡാവിഞ്ച് ഭാര്യ ഉഷയെയും 65,000-ലേറെ വരുന്ന കാണികൾ നിർത്താതെ കൂകി വിളിച്ചു. എന്നാൽ അമേരിക്കൻ കായിക താരങ്ങളെ അവർ കരഘോഷത്തോടെ സ്വീകരിച്ചു. ഇത് അമേരിക്കക്കുള്ള ജനങ്ങളുടെ ഇന്റർനാഷണൽ സമൂഹത്തിന്റെ അവരുടെ റെസ്പോൺസ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഭാര്യയും കൂടെ അവരുടെ പടം അവിടുത്തെ വലിയ മെഗാ സ്ക്രീനിൽ വന്നപ്പോൾ ജനങ്ങൾ കൂവി വിളിക്കുകയായിരുന്നു. ഇതിനോടൊപ്പമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെയും ഭാര്യ മിഷേലിനെയും കുരങ്ങുകളായി ചിത്രീകരിച്ചുകൊണ്ട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നടത്തിയ ഏറ്റവും ക്രൂരമായ വംശീയാധിക്ഷേപം. ട്രംപിനോട്
ആൾക്കാർക്ക് ഇപ്പോൾ ഭയമാണ് വാസ്തവത്തിൽ. ഒരു ഭ്രാന്തന്റെ കയ്യിൽ ആണവായുധവുമായി നടക്കുന്ന ഒരാളെ കാണുന്ന പോലെയാണ്. അയാളെങ്ങനെ ഭയക്കാതിരിക്കും? അമേരിക്കയുടെ ഗതികേട് പുറത്ത് എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കും?